ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 5 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 5 Pro എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 5 Proയിൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. HD റെസൊല്യൂഷനാണ് ഈ ഫോണിൽ വരുന്നത്. 6200 രൂപ പ്രൈസ് റേഞ്ചിൽ അത് തിരക്കേടില്ല, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ TFT LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഫോണിൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻഫിനിക്സ് സ്മാർട്ട് 5 Proയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.5 mm ആണ്. അപ്പോൾ തിക്നെസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പം 6200 രൂപ പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണുകളിലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. അതൊക്കെയാണ്. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഇപ്പം 6200 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 4 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക്, ഗ്രീന്, ബ്ലൂ, ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ഇപ്പം വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ unisoc SC9863A എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇത് 1.6 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. ഇപ്പം 6200 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. ഈ ഒരു ഫോണിൽ 2 GB റാം വരുന്നുണ്ട്. 32 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. Android 11 Go എഡിഷൻ സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. Go എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്രയും പവർഫുൾ അല്ലാന്നുണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ റാം കുറവാണെങ്കിലൊക്കെ ഫോണിലെ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ സോഫ്റ്റ്വെയർ ആണ് കൊടുക്കാറ്. അതാണ് ഈ ഒരു Go എഡിഷൻ സോഫ്റ്റ്വെയർ. Android 11 Go എഡിഷൻ ബേസ് ചെയ്തിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു QVGA ലെൻസും വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ക്വാഡ് LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 6200 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻഫിനിക്സ് സ്മാർട്ട് 5 എന്ന ഫോണൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സക്സസ്സറായിട്ട് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6200 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 5 Pro എന്ന ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇൻഫിനിക്സ് സ്മാർട്ട് 5 Pro എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.